ശരീരമാസകലം മുറിവുള്ള മംഗലാംകുന്ന് ഗണേശൻ എന്ന ആനയെ കൈമാറ്റം ചെയ്തിരിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത്. തൃശൂരുള്ള വ്യക്തികളാണ് ആനയെ വാങ്ങിയിരിക്കുന്നതെന്നാണ് കിട്ടിയ വിവരം. ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു 6 മണിയോടെ നിലവിൽ സ്റ്റേയുള്ള ആനയെ പാലക്കാട് കോഴിക്കോട് റോഡിലൂടെ നടത്തി നോക്കാനെ പുറത്തിറക്കിയെങ്കിലും 100 മീറ്റർ നടന്നപ്പോൾ തന്നെ ആന തളർന്നു വീഴുകയായിരുന്നു. ഏറെ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് പിന്നീട് ആനപ്രേമികൾക്ക് കാണാൻ കഴിഞ്ഞത്. ഗണേശന്റെ ശരീരത്തിൽ പലയിടത്തും ആഴത്തിലുള്ള മുറിവുകൾ, പല മുറിവുകളിലും പഴുപ്പുമൊലിക്കുന്നുണ്ട്. അടുത്തൊന്നും പുറത്തിറക്കിയിട്ടില്ലാത്ത മംഗലാംകുന്ന് ഗണേശൻ എന്ന ആനയുടെ ദയനീയ അവസ്ഥ കണ്ട് ഏവരും ഞെട്ടിപ്പോയി. മംഗലാംകുന്ന് ആനത്തറവാട്ടുകാർ കേരളത്തിലെ തന്നെ വലിയ ആനപീഡകരായി മാറിയിരിക്കുന്നുവെന്ന് പല ആനപ്രേമികൾക്കും ആക്ഷേപമുണ്ട്. ഒരു കാലത്ത് മംഗലാംകുന്ന് കർണൻ, അയ്യപ്പൻ, ഗണപതി തുടങ്ങി പേരുകേട്ട ഒട്ടനവധി ആനകൾ നിന്നിരുന്ന മംഗലാംകുന്ന് തറവാട്ടിൽ ഇനി അവശേഷിക്കുന്നത് ഏതാനും കൊമ്പന്മാർ മാത്രമാണ്. ഇതിനു മുൻപ് പാണഞ്ചേരി അഭിമന്യു എന്ന ആനയ്ക്ക് സമാനമായ രീതിയിൽ പാപ്പാന്മാരുടെ ക്രൂരമർദ്ദനമേറ്റ് ആന ചരിയുമെന്നായപ്പോൾ വനംവകുപ്പ് ഏറ്റെടുത്ത് ചികിത്സ നൽകി ഇപ്പോൾ കോടനാട് ആന പരിപാലന കേന്ദ്രത്തിലുണ്ട്. വളരെ ദയനീയ അവസ്ഥയിലുള്ള ഗണേശൻ ആനയെ ഉടൻ തന്നെ ഫോറസ്റ്റ് ഏറ്റെടുത്ത് മതിയായ ചികിത്സ നൽകിയില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഗണേശന്റെ ചിത്രത്തിനൊപ്പം പ്രണാമം എന്ന് വയ്ക്കാൻ അധികം സമയമെടുക്കില്ല.